ജയിച്ചു വന്ന ശ്രീജേഷ് അങ്ങനെയാണ് ഒരു വലിയ മത്സരത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോയി ജയിച്ചു വന്ന ഒരു പ്രതീതിയാണ്. തുടർച്ചയായ രണ്ടാം തവണയും ഒളിമ്പിക് മെഡലും കഴുത്തിലിട്ടുകൊണ്ടാണ് നമ്മുടെ സ്വന്തം PR ശ്രീജേഷ് വരുന്നത്. ഇത്തവണ പക്ഷേ ചെറിയൊരു സങ്കടമുള്ളത്, ഇനി നമുക്ക് ശ്രീജേഷിനെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണുള്ളത്. അപ്പോഴും അവിടെ വലിയ ചുമതലകൾ ശ്രീജേഷിനെ കാത്ത് നിൽക്കുന്നുണ്ട്. ജൂനിയർ ടീമിൻ്റെ പരിശീലക വേഷം ഇനി ശ്രീജേഷിനാണ്. ആ കുപ്പായം അണിഞ്ഞുകൊണ്ടായിരിക്കും ഇനി ശ്രീജേഷ് ഇവിടെ രാജ്യത്ത് ഉണ്ടാവുക. കാരണം ശ്രീജേഷിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രചോദനമാകും എന്നാണ് ഹോക്കി ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. യുവാക്കൾക്ക് വലിയ പ്രചോദനമാണ്. കാരണം കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ ഹോക്കിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വന്ന് ഇത്തരത്തിൽ പൊരുതി നിന്നുകൊണ്ട് ഗോൾ കീപ്പറായി ഇതിഹാസ താരനിരയിലേക്ക് ഉയർന്ന PR ശ്രീജേഷ്, അതിൻ്റെ അംഗീകാരം കൂടി തന്നെയാണ് ഈ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ നമ്മുടെ ദേശീയ പതാക വഹിക്കാൻ അദ്ദേഹത്തിന് ഒരു അനുമതി ലഭിക്കുന്നതും അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണ്. മലയാളികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മാത്രം താരമാണ് ഈ ഒളിമ്പിക്സിൻ്റെ വേദിയിൽ ഇന്ത്യൻ പതാക കയ്യിലേന്താൻ അവസരം ലഭിച്ച മൂന്നാമത്തെ മാത്രം മലയാളി. ഒരിക്കൽ ഷൈനി വിൽസൺ, അതുപോലെ തന്നെ പിന്നീട് അഞ്ജു ബോബി ജോർജ്, ഈ രണ്ടുപേരും മാത്രമാണുള്ളത്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ PR ശ്രീജേഷ് കൂടി. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ പുരുഷ താരം എന്ന് പറയാം. ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മാത്രം മലയാളി. 1972 മാനുവൽ ഫെഡറിക് ഹോക്കിയിൽ നേടിയ ആ ഒരു മെഡലുണ്ട്. അതിനുശേഷം PR ശ്രീജേഷാണ് നമുക്ക് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുന്നത്. പിന്നീട് ഇത്തവണ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടിത്തരികയുണ്ടായി. അവസാന മത്സരങ്ങളിലേക്ക് പോലും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആ ബ്രിട്ടനെതിരായ മത്സരം തന്നെയാണ്. ഷൂട്ടൗട്ട് വരെ നീണ്ട മത്സരം. 10 പേരുമായി പൊരുതിക്കൊണ്ട് ബ്രിട്ടൻ്റെ നിരവധി ഷോട്ടുകൾക്ക് മുന്നിൽ ഇങ്ങനെ വലിയ തടസ്സമായി കൊണ്ട് തന്നെ ശ്രീജേഷ് നിൽക്കുന്നത് കണ്ടു. അവസാനം ഷൂട്ടൗട്ടിലും നിർണായക സേവ് നടത്തി. ഒരു താരം പുറത്തേക്ക് അടിക്കുന്നതിന് കാരണമായതും ശ്രീജേഷിൻ്റെ നീക്കങ്ങൾ തന്നെയാണ്. ശ്രീജേഷിനെ ഇങ്ങനെ വെട്ടിച്ചൊന്നും മാറി ഗോളടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് അടിക്കേണ്ടി വന്നത്. അവസാന മത്സരത്തിലേക്ക് വെങ്കല മെഡലിനായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിലും സ്പെയിനെതിരായ പോരാട്ടത്തിലും അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ അതിസമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും ഏറ്റവും നിർണായക സാന്നിധ്യമായി മനസാന്നിധ്യത്തിൻ്റെ ആൾരൂപമായി മാറിയ ശ്രീജേഷിനെയും കാണുകയുണ്ടായി. അതിനുശേഷമാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിലേക്ക് വരുന്നത്. സമാപന ചടങ്ങിൽ നീരജ് ചോപ്രയോടാണ് ആദ്യം പതാക ഏന്താൻ പറഞ്ഞിരുന്നത്. കാരണം വെള്ളി മെഡൽ നേടിയ, അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ താരമാണല്ലോ. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണ്ണവും നേടി, ഇത്തവണ വെള്ളി മെഡൽ നേടുകയും ചെയ്തു പാകിസ്ഥാൻ താരത്തിന് പിന്നിലായിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നീരജ് ചോപ്രയോടായിരുന്നു പറഞ്ഞത്. പക്ഷേ അപ്പോൾ നീരജ് ചോപ്ര പോലും പറയുന്നത് ശ്രീജേഷാണ് അവകാശി. ശ്രീജേഷ് കാരണം ഇന്ത്യൻ ഹോക്കിക്ക് ഇത്രയും കാലം നൽകിയ സംഭാവനകൾ അത് ഒട്ടും ചെറുതല്ല. ഒറ്റയ്ക്ക് തന്നെ പലപ്പോഴും ടീമിനെ തോളിലേറ്റി നയിച്ച് കൊണ്ടുപോയ ഒരു താരമാണ് PR ശ്രീജേഷ്. അതുകൊണ്ട് ശ്രീജേഷാണ് അർഹനെന്ന് നീരജ് ചോപ്ര പോലും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ PR ശ്രീജേഷും നമ്മുടെ മനു ബഖേറും കൂടി. കാരണം 2 മെഡലുകൾ ഈ ഒളിമ്പിക്സിൽ മാത്രം നേടിയ മനു ബഖേർ. ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ ഇത്തവണത്തെ മികച്ച പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് മനു ബഖേർ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒളിമ്പിക്സിൽ തന്നെ 3 മെഡൽ നേടാനുള്ള അവസരം മനു ബഖേറിന് ഉണ്ടായിരുന്നു. അവസാന മത്സരത്തിലേക്ക് വരുമ്പോൾ ഷൂട്ട് ഓഫിലാണ് അവർക്ക് 3ാം മെഡൽ നഷ്ടമായി പോകുന്നത്. എങ്കിലും 2 വെങ്കല മെഡലുകൾ നേടിക്കൊണ്ടാണ് മനു ബഖേർ വരുന്നത്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയ മനു ബഖേർ. അങ്ങനെ മനു ബഖേറും PR ശ്രീജേഷും ചേർന്നുകൊണ്ടാണ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത്. ഉദ്ഘാടന ചടങ്ങിലാണെങ്കിൽ PV സിന്ധുവും അജന്ത ശരത് കമാലുമായിരുന്നു. ഈ 2 താരങ്ങളും പക്ഷേ ഒളിമ്പിക്സിൽ നിരാശപ്പെടുത്തി. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ നിരാശപ്പെടുത്തി. കാരണം 2 പേരും, ശരത് കമാലാണെങ്കിൽ വെറ്ററൻ താരമാണ്. സിന്ധുവും ഏകദേശം ഇപ്പോൾ അത്ര ഒരു നല്ല ഫോമിലല്ല ഈ സമീപകാലത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വലിയ മെഡലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു അനുഭവ സമ്പത്തിനെ ഇത്രയും കാലം രാജ്യത്തിന് നൽകിയ സംഭാവനയ്ക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു അത്. സമാപന ചടങ്ങിലേക്ക് വരുമ്പോൾ അർഹിച്ച കാര്യങ്ങളിലേക്ക് ഇന്ത്യൻ പതാക വരികയും ചെയ്തു. ഏതായാലും മലയാളികൾക്ക് വലിയ അഭിമാനം നൽകിക്കൊണ്ട് PR ശ്രീജേഷ് ഇപ്പോൾ തിരിച്ച് എത്തിയിരിക്കുകയാണ്. സമാപന ചടങ്ങും കഴിഞ്ഞ് തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഇനി വലിയ ചുമതലകൾ ശ്രീജേഷിന് മുന്നിലുണ്ട്. രാജകീയ സ്വീകരണമാണ് ജയിച്ചു വന്ന ശ്രീജേഷ് എന്നാണ് വിനേഷ് കുഞ്ഞിരാമൻ ഇപ്പോൾ വിശേഷിപ്പിച്ചത്. പാരീസ് ഒളിമ്പിക്സ്, അതിനുശേഷം സമാപന ചടങ്ങിൽ പതാക ഏന്തുന്നതിനായി വിനേഷ് കുഞ്ഞിരാമൻ, വിനേഷിലേക്ക് ഞാൻ തിരികെ എത്താം. ദില്ലിയിൽ ഇപ്പോൾ ഈ സ്വീകരണം നടക്കുന്നയിടത്ത് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ഒളിമ്പിക്സ് മെഡൽ നേട്ടം, അതോടൊപ്പം തന്നെ സമാപന ചടങ്ങിൽ നീരജ് ചോപ്രയ്ക്ക് പകരം PR ശ്രീജേഷിലേക്ക് പതാക നീട്ടുമ്പോൾ അത് നീരജ് ചോപ്ര തന്നെ അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്ന മാതൃക, അതെല്ലാം നമ്മൾ കണ്ടു ഈ പാരീസ് ഒളിമ്പിക്സ് വേദിയിലല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും സന്തോഷവും നൽകുന്ന നിമിഷങ്ങൾ കൂടിയാണത് എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ PR ശ്രീജേഷ് നേരത്തെ തന്നെ പുറത്തിറങ്ങിയതാണ്. പക്ഷേ വലിയ തിരക്കാണ്. നമുക്ക് വശങ്ങളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കാം.
വലിയ ആരാധകരുടെ പ്രവാഹം ദില്ലി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ പുറത്ത് ഉണ്ട് എന്നുള്ളതാണ്. വലിയ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് PR ശ്രീജേഷും കൂടെയുള്ള 4 ഹോക്കി താരങ്ങളും തിരികെ വിമാനത്താവളത്തിനുള്ളിലേക്ക് തന്നെ പോകേണ്ടി വന്നു എന്നുള്ള സാഹചര്യമാണുള്ളത്. എല്ലാവരും ഈ ശ്രീജേഷിനെ കാത്ത്, ശ്രീജേഷിനെയും ഒപ്പം ബാക്കിയുള്ള 4 ഹോക്കി താരങ്ങളെയും കാത്ത് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഹരിയാനയിൽ നിന്നുള്ള ഹോക്കി താരങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ദൃശ്യങ്ങൾ കാണിച്ച് അവർക്ക് സ്വാഗതം അരുളി ഇവിടെ നിൽക്കുന്നതാണ്. ഖുഷിയെ बहुत ज़्यादा खुशी है, बहुत ज़्यादा। ये सेकंड बार वो मेडल आया है भाई का, बहुत ज़्यादा खुशी है। भाई का दिल से स्वागत है, बहुत ज़्यादा खुशी है। हुर्रे! എല്ലാവരും സന്തോഷത്തിലാണ്, വലിയ സന്തോഷം. പൂമാലകളുണ്ട് കൊടുക്കാൻ, ഒപ്പം ജണ്ടുകളുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. സ്വീകരിക്കാനായി താരങ്ങളെ സ്വീകരിക്കാനായി ഇത് ഹരിയാനയിൽ നിന്നുള്ള സഞ്ജയ് എന്നു പേരുള്ള ഒരു താരത്തിൻ്റെ ചിത്രവും ഒപ്പം അവരെ സ്വീകരിക്കാനുള്ള ആളുകളുടെ തിരക്കുമാണ്. ഈ രൂപത്തിൽ വലിയ തിരക്ക് ഈ വിമാനത്താവളത്തിന് പുറത്തുണ്ട്. कभी खुशी, बहुत ज़्यादा खुशी, इतनी खुशी कि बयान नहीं हो सकती। और अभी हम प्लेयर्स का, अपने भाइयों का इंतजार कर रहे हैं. एक बार वो आ जाए तो उसके बाद हाँ जी संजय अभिषेक नैन, हाँ जी, सभी हमारे भाई है. पूरी ऑल ओवर इंडिया टीम हमारी भाई है. അങ്ങനെ ഇത് സഞ്ജയെ കാത്ത ഒരു വശത്തുണ്ട്. അഭിഷേക് സഞ്ജയും അഭിഷേകും എല്ലാവരും തങ്ങളുടെ സഹോദരന്മാരാണെന്നാണ് ഇവർ പ്രതികരിക്കുന്നത്. ആ നിലയിൽ വലിയ ആഘോഷം, വലിയ സ്വീകരണം ഹോക്കി താരങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് വിമാനത്താവളത്തിന് പുറത്ത്. നേരത്തെ തന്നെ വിമാനത്താവളത്തിനകത്ത് നിന്ന് ശ്രീജേഷൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ വലിയ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിലപ്പുറമുള്ള തിരക്ക്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ പോലീസ് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയാണ്. നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും കാണാൻ വന്ന ആരാധകരെയും ഒക്കെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി അവരെ സ്വതന്ത്രമായി പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. തീർച്ചയായും PR ശ്രീജേഷിന്റെ പ്രതികരണമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അതിലേക്ക് എത്താം.